ബീഹാറിൽ നിതീഷ് കുമാർ തന്നെ മുഖ്യമന്ത്രിയാകുമെന്ന ജെഡിയു നേതാക്കൾ. നിതീഷ് കുമാറിന്റെ വസതിയിൽ എൻഡിഎ നേതാക്കൾ യോഗം ചേർന്നു. മുഖ്യമന്ത്രി സ്ഥാനം വീതം വെക്കണമെന്ന ബിജെപി നിലപാടിനോടും ജെഡിയുവിന് അതൃപ്തി. അതേസമയം ഉപമുഖ്യമന്ത്രി സ്ഥാനം ലക്ഷ്യം വെച്ചുള്ള നീക്കങ്ങൾ ചിരാഗ് പാസ്വാനും ആരംഭിച്ചിട്ടുണ്ട്. ബീഹാറിൽ നേടിയ വൻ വിജയത്തിന് പിന്നാലെ തിരക്കിട്ട ചർച്ചകൾ തന്നെയാണ് നടക്കുന്നത്. ചിരാഗ് പാസ്വാൻ ഉൾപ്പെടെ എൻഡിഎ നേതാക്കൾ നിതീഷ് കുമാറിന്റെ വസതിയിലെത്തി കൂടിക്കാഴ്ച നടത്തി. നിതീഷ് കുമാർ തന്നെ മുഖ്യമന്ത്രിയാകുമെന്നാണ് ജെഡിയു നേതാക്കൾ വ്യക്തമാക്കുന്നത്. ഏറ്റവും വലിയ ഒറ്റകക്ഷിയായെങ്കിലും ജെഡിയുവിന്റെ മുന്നേറ്റത്തിൽ ബിജെപിക്ക് മുഖ്യമന്ത്രി സ്ഥാനം സ്വപ്നം മാത്രമാകും. മുഖ്യമന്ത്രി സ്ഥാനം പങ്കുവയ്ക്കണമെന്ന ആവശ്യം ബിജെപി മുന്നോട്ട് വയ്ക്കുന്നുണ്ടെങ്കിലും ജെഡിയു ഇക്കാര്യം അംഗീകരിക്കുന്നില്ല. നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിലാണ് എൻഡിഎ തെരഞ്ഞെടുപ്പിനെ നേരിട്ടതെന്നും നിതീഷ് കുമാർ തന്നെ മുഖ്യമന്ത്രിയാകുമെന്നും ജെഡിയു നേതാവ് ശ്യാം രജക് നിതീഷ് കുമാറുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ പ്രതികരിച്ചു. നിതീഷ് കുമാർ നേതൃത്വത്തിൽ ചുനാവ് ലड़े हैं. നിതീഷ് കുമാർ നേതാ है और നിതീഷ് കുമാർ हमारे अगले भी मुख्यमंत्री बनेंगे. മുഖ്യമന്ത്രി സ്ഥാനം വീതം വയ്ക്കാത്ത സാഹചര്യമുണ്ടായാൽ 2020-ലേതുപോലെ 2 ഉപമുഖ്യമന്ത്രി സ്ഥാനത്തിനും ബിജെപി അവകാശവാദം ഉന്നയിക്കും. അതേസമയം മികച്ച പ്രകടനം കാഴ്ചവെച്ച ചിരാഗ് പാസ്വാനും ഉപമുഖ്യമന്ത്രി സ്ഥാനം ലക്ഷ്യം വെക്കുന്നത് ബിജെപിക്ക് വെല്ലുവിളിയാണ്. ഉപമുഖ്യമന്ത്രി സ്ഥാനവും പ്രധാന പോസ്റ്റുകളും എൽജെപി ചിരാഗ് പാസ്വാൻ വിഭാഗം അവകാശവാദം ഉന്നയിക്കും. ജിതൻ റാം മാഞ്ചിയുടെ പാർട്ടിക്കും പ്രധാന പോസ്റ്റുകൾ നൽകേണ്ടി വരുമെന്നതും മന്ത്രിസഭ രൂപീകരണ ചർച്ചകളിൽ നിർണായകമാകും. എൻഡിഎ മികച്ച വിജയം നേടിയെങ്കിലും ബീഹാറിൽ ഭരണം സ്വയം ഏറ്റെടുക്കാനുള്ള ബിജെപി നീക്കങ്ങളാണ് ജെഡിയുവിന്റെയും എൽജെപി രാംവിലാസ് പാസ്വാൻ വിഭാഗത്തിന്റെയും മികച്ച പ്രകടനത്തിൽ പാളുന്നത്. കൈരളി ന്യൂസ്, ദില്ലി.